ഹലോ, നമ്മളിന്നപ്പോൾ ഒരു സ്ഥലം വരെ പോവാണ്. പോയിട്ട് വരാം. നമ്മുടെ ഇവിടെയുള്ള ഐസ്ക്രീം ഷോപ്പാണിത്. വിൻ്റർ ആകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. മഞ്ഞത്ത് ഐസ്ക്രീം കഴിക്കുന്ന ഒരു കുറവല്ലേ, എന്നിട്ട് സമ്മറിൽ അത് ഓപ്പൺ ആവും. ഈ കാണുന്ന എല്ലാ വഴികളും സമ്മറിൽ നമ്മൾ എന്നും നടക്കുന്ന ഡെയിലി റുട്ടീൻ റൂട്ട്സ് ആണ്. ഈ കാണുന്ന ഈ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന എല്ലാം വന്ന് ഭയങ്കര കളർഫുള്ളായിട്ട് ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. വിൻ്റർ നമ്മളെ മെൻ്റലി ഭയങ്കരമായിട്ട് ഒരു മടി പിടിച്ചൊരു അവസ്ഥയിലാണ് എത്തിക്കാറ്. നമ്മൾ പുറത്തൊന്നും ഇറങ്ങില്ല. എന്നും ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മൾ റൂം ആ ഒരു ലെവലിൽ നിൽക്കുള്ളൂ. നമ്മൾ പുറത്തു പോയില്ല. സമ്മർ ആകുമ്പോൾ കുറേ ആക്ടിവിറ്റീസും കുറേ ഔട്ടിങ്ങും പിക്നിക്കും ഭയങ്കര രസമായിരിക്കും. ഈ കാണുന്ന റോഡ് നേരെ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു വലിയ മലയിലോട്ടാണ് എത്തുക. നമ്മൾ സമ്മർ ടൈമിലൊക്കെ ഒരുപാട് തവണ നടക്കാം. ഇവിടെയുള്ളവർക്ക് പിന്നെ വിൻ്ററും സമ്മറും ഒരു പ്രശ്നമല്ല. അവർ എന്നും നടക്കാൻ ഇറങ്ങുന്ന ഡെയിലി റൂട്ട്സാണിത്. ഇതാ ഒരു 10 അടി നടന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കഴിയാതെ. ഇതിങ്ങനെ കുറച്ച് റൂട്ടിൽ മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. മുകളിലോട്ട് പോകുമ്പം ഓഫ് റോഡ് ടൈപ്പിലാണ് റോഡ്. നമ്മൾ ആക്ച്വലി വന്നത് മണ്ണെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ടൈമിൽ എവിടെയെങ്കിലും പോയപ്പോൾ ഒരു ചെറിയ റോസ്മേരി തൈ മേടിച്ചായിരുന്നു. അപ്പോൾ അതിനെ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിടാൻ വേണ്ടി കുറച്ച് മണ്ണെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ആരെങ്കിലും വരുന്നത് സൂക്ഷിച്ച്. ഇതിങ്ങനെ മണ്ണെടുക്കാൻ പാടുമെന്നൊന്നും അറിയില്ല. ആരും അങ്ങനെ എടുക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമുക്കത് അത്യാവശ്യം ആയതുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊന്നും മണ്ണ് മേടിക്കാൻ പറ്റില്ല. അപ്പം പെട്ടെന്നുള്ളൊരു ചുമ്മാ ഒരു കുഞ്ഞ് പ്ലാനിൽ ഇറങ്ങിയതാണ്. ഈ കാണുന്നൊരു മലയിലാണ് നമ്മളിപ്പം മണ്ണെടുക്കാൻ പോയി ഇറങ്ങി വന്നത് കേട്ടോ. ഫുള്ള് നടന്ന് ടോപ്പിലെത്തണമെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ സമയം വേണം. നമ്മൾ സമ്മറിലൊക്കെ അങ്ങനെ ഇറങ്ങാറുണ്ടായിരുന്നു. ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ വക പരിപാടിക്കൊന്നും നിൽക്കാറ്. ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു സംശയമാണ്, ഇവിടെ ഈ വിൻ്റർ ആകുമ്പം ബാക്കി എല്ലാ മരങ്ങളും കരിഞ്ഞ് ഉണങ്ങി നിൽക്കുമ്പം ഈ കാണുന്ന പൈൻ ഫാമിലിയിൽ പെട്ട ഡോഗ്ലസ് ട്രീ മാത്രം അങ്ങനെയൊന്നും എപ്പോഴും പച്ചപ്പായിട്ട് തന്നെ നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഇനി ക്രിസ്മസ് ട്രീ എന്നൊക്കെ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിയിട്ടായിരുന്നു.